ഞാൻ മോഹനൻ തുടക്കത്തിൽ തന്നെ ഒട്ടും സന്തോഷമല്ലാത്ത ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട്. 43-കാരനാണ് ചികിത്സയിലുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടിക വലുതെന്നും ജീവനക്കാരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചുവെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നാളെ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഫലം പുറത്തുവരുമെന്നും മന്ത്രി പറഞ്ഞു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനീഷ്, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ രോഗിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? അനുപ, കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫറോക്ക് സ്വദേശിയായ 43 വയസ്സുകാരനെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ രോഗിയുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് നിപ്പയുടെ ഈ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി വരുന്നത്. ഈ രോഗബാധ നിപ്പ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി ഇദ്ദേഹത്തിന്റെ ദ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിൽ അയച്ചിരുന്നു. അവർ നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഈ സ്രവം ഈ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലേക്കും അയച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ഔദ്യോഗിക ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ രോഗബാധ നിലവിൽ സ്ഥിരീകരിക്കുകയുള്ളൂ. എന്നാൽ പൊതുജനങ്ങൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ കോഴിക്കോട് ഈ ഒരു യോഗം വിളിക്കാൻ കളക്ടറോട് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ രോഗിയുടെ അവസ്ഥ അല്പം ഗുരുതരാവസ്ഥയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ്, എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പും മന്ത്രിയുമൊക്കെ അറിയിക്കുന്നുണ്ട്. പൂനെയിൽ നിന്നുള്ള റിസൾട്ട് വരണം, എന്നിട്ട് മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടാവുകയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്നും. KSRTCയിൽ വനിതകളുടെ സൗജന്യ യാത്രയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഓർഡിനറി ബസ്സുകളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര നടപ്പാക്കും. പ്രായവും വരുമാനവും മാനദണ്ഡമാക്കാതെയാണ് പ്രിയദർശിനി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പ്രിയദർശിനി എന്ന പേരിലാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭായോഗമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന വാഗ്ദാനം ജൂൺ 15 നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം യാത്രാ സൗജന്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെ വരുമാന നഷ്ടമുണ്ടാകും. ഒരു വർഷത്തെ വരുമാന നഷ്ടം 800 കോടി രൂപയാകും. വരുമാന നഷ്ടം സർക്കാർ നികത്താനാണ് തീരുമാനം. അപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. യാത്രാ സൗജന്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയതിനാൽ ബസ്സുകൾ കുറവുള്ള മലബാറിൽ പ്രയോജനം ലഭിക്കുമോ ചോദ്യത്തിന് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഓർഡിനറി ബസ് ഇല്ലായികയല്ല, 28% മൊത്തം സർവീസുകളിൽ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. KSRTCയുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കാതെ യാത്രാ സൗജന്യം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കൽ സർക്കാരിന് പ്രയാസകരമാകും. 24 തിരുവനന്തപുരം. മംഗലാപുരത്ത് അദാനിയുടെ ഏജന്റിനെ കണ്ടെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. യാത്ര ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. അദാനിയുമായി ഒരു ബന്ധവുമില്ലെന്നും VD സതീശൻ പ്രതികരിച്ചു. 30 മണ്ഡലങ്ങളിൽ UDF BJP ബന്ധമെന്ന CPIM ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്, പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ.
അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിൻ്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത്? അതാണോ ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി B. അശോകിനെ നിയമിച്ചത് രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ക്ഷാമമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലുള്ള സർവീസിലെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. കാട്ടാനയാക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനയാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരുന്ന വെള്ളാഞ്ചേരി സ്വദേശി രാജുവിനാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിൽ നാട്ടുകാരും CPIM പ്രവർത്തകരും പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ MLA ഉഷ വിജയനെ പ്രതിഷേധക്കാർ തടഞ്ഞു. പുലർച്ചെ ഒറ്റയാനെ തുരത്തുന്നതിനിടെ പരുക്കേറ്റ് തോട്ടം തൊഴിലാളിയായ രാജു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അധികാരികളെത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് ബന്ധുക്കളും CPIM പ്രവർത്തകരും നിലപാടെടുത്തു. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ MLA എത്തിയ ശേഷം ചർച്ച എന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. MLA എത്തിയപ്പോൾ ആവശ്യം കടുത്തു. ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമല്ല ഇത്. ഇതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് സംഭവം ഉണ്ടല്ലോ. താൻ മന്ത്രിയായിരുന്നപ്പോൾ വിമർശനം ഉന്നയിച്ചവർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് OR കേളു കുറ്റപ്പെടുത്തി. ഞാൻ MLA സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കലക്ടർ വരണം, CCF വരണം, കൺസ്പെക്ടർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോൾ അതന്നെയാണ് പറയുന്നത്. കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് 14 ലക്ഷം ധനസഹായം നൽകുമെന്നും 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്നും സബ് കളക്ടറുടെ ഉറപ്പു നൽകിയതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുടുംബാംഗത്തിന് സ്ഥിരം ജോലി നൽകണമെന്ന് സർക്കാരിനോട് ശുപാർശ നൽകുമെന്ന് MLA ഉഷ വിജയൻ അറിയിച്ചു. 24 വയനാട്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി V. ജോയി MLA മടങ്ങിയെത്തി. V. ശിവൻകുട്ടി അടക്കം പ്രധാന നേതാക്കൾ വിട്ടുനിന്ന ജില്ലാ കമ്മിറ്റിയിൽ ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കുന്നതിൽ എതിർപ്പ് ഉയർന്നു. പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയല്ല, ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറിയെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തതെന്ന് MV ഗോവിന്ദൻ മറുപടി നൽകി. കവി സച്ചിദാനന്ദൻ അവസരവാദിയാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇന്നലെ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിൽ തന്നെ V. ജോയിയെ ജില്ലാ സെക്രട്ടറിയായി മടക്കിക്കൊണ്ടുവരാൻ ധാരണയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് AR റഹീമിന് കൈമാറിയ ചുമതലയിലേക്കാണ് ജോയി മടങ്ങിയെത്തിയത്. ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കുന്നതിനോട് വിയോജിപ്പുള്ള V. ശിവൻകുട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് നേതൃത്വത്തിന്റെ വിശദീകരണം. മുതിർന്ന നേതാവ് V. ശിവൻകുട്ടി ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു, അത് പ്രതിഷേധിച്ചിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇന്നലെ പോകുമ്പോൾ തന്നെ ഒരു സുഖമില്ലാതെയാണ് പോയത്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു, സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. മറ്റു കാര്യങ്ങളൊന്നും അക്കാര്യത്തിൽ ഇല്ല. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണം ശിവൻകുട്ടി തള്ളിക്കളഞ്ഞു. അസുഖമൊന്നുമില്ല, 100% ആരോഗ്യവാനാണ്. ചെറിയ അസുഖമില്ല. എങ്ങനെ നമ്മൾ ഈ മൈക്കിൽ കൂടെ പറയണം, വലിയ അസുഖമില്ല പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. തീരുമാനം ഏകകണ്ഠമാണെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസ്തുതയല്ല. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മടവൂർ അനിൽ, അഡ്വക്കേറ്റ് ജയദേവൻ, രാജേന്ദ്രകുമാർ എന്നിവർ MLA ആയ ജോയിയെ സെക്രട്ടറിയാക്കുന്നതിനെ എതിർത്തു. സെക്രട്ടറിമാർ മത്സരിച്ചാൽ പദവി ഒഴിയണമെന്ന സർക്കുലർ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. എന്നാൽ MLA ആയിരിക്കെയാണ് ജോയിയെ ജില്ലാ സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്തത്. അത് തുടരുക മാത്രമാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. V. ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കുവാനുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലെ തീരുമാനം ചോർന്നത് വിമർശിക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി ചർച്ചകൾ ചോരുന്നത് ആപ്പ് വഴിയാണെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത തീരുമാനം ചോർന്നത് എങ്ങനെയാണെന്നായിരുന്നു ചോദ്യം. കവി K. സച്ചിദാനന്ദൻ രാഷ്ട്രീയ അവസരവാദിയെന്നാണ് MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിലെ മറുപടിയിൽ പറഞ്ഞത്. അവസരവാദിയാണെന്ന് മനസ്സിലാക്കാൻ വൈകിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇഡിക്ക് വൻ തിരിച്ചടി. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരസ്കായ്ക്ക് എതിരായ ED കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ED അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ED അധികാരം
ദുർവിനിയോഗം ചെയ്തതെന്നും കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ട്. ആർ അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഇതിൽ EDയെ കുടഞ്ഞിരിക്കുകയാണ് കോടതി. ഈ സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന്, മാധ്യമപ്രവർത്തനത്തിന് തടയിടുന്നതായിരുന്നു EDയുടെ നീക്കങ്ങൾ എന്ന് കോടതി വിമർശിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോ തീർച്ചയായിട്ടും ഇടിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രദീപ് പുരകായസ്ഥയ്ക്ക് എതിരായിട്ടുള്ള EDയുടെ നടപടികൾ. അന്ന് ന്യൂസ് ക്ലിക്ക് സ്ഥാപനങ്ങളിൽ ED നടത്തിയ വ്യാപകമായ റെയ്ഡുകൾ, പല സാധനങ്ങൾ കണ്ടെടുക്കുകയും അത് സീൽ ചെയ്ത് പോകുന്നതടക്കമുള്ള നടപടികളെല്ലാം കണ്ടതാണ്. അന്ന് തന്നെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും ആ കേസ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ED ആരോപിക്കുന്നത് പോലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായി തെളിയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി ആ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിരൂക്ഷമായ വിമർശനം കൂടി ഡൽഹി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. ED അധികാര ദുർവിനിയോഗം നടത്തി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ആ അധികാര ദുർവിനിയോഗം നടത്തിയതെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന EDയുടെ ആരോപണം അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണയാണ് ഈ EDയുടെ കേസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ആദ്യമായി ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്നാണ് ED ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് ആരംഭിക്കുന്നത്. തുടർന്നാണ് ഈ നടപടികൾ ന്യൂസ് ക്ലിക്ക് സ്ഥാപനത്തിന് നേരെ ഉണ്ടാകുന്നതും തുടർന്ന് ഇതിന്റെ കേസുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഇതിൽ ഡൽഹി ഹൈക്കോടതി പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായി ED അന്വേഷണങ്ങൾ നടത്തി പലരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എന്നാൽ കുറ്റകരമായ ഒന്നും തന്നെ കണ്ടെത്താനോ രേഖപ്പെടുത്താനോ EDക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഡൽഹി ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ PMLA പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായി ഒരു സൂചനയും ഈ EDയുടെ അന്വേഷണത്തിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്നും ഡൽഹി ഹൈക്കോടതി പറയുകയാണ്. അങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രദീപ് പുരകാശിക്കെതിരായ CMLA കേസ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്ക് അന്ന് ആ ഘട്ടത്തിൽ പോലും വലിയ വിമർശനങ്ങൾ EDക്ക് നേരെ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ശരിവയ്ക്കും തരത്തിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇതിന് സമാനമായ വിമർശനങ്ങൾ പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് പോലും EDക്ക് വിമർശനങ്ങൾ പല കേസുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതിയിൽ വിമർശിച്ചത് ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ട് എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ തിരിച്ചടിയാണ് EDക്ക് ലഭിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായി കൂടി ഏറെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ന്യൂസ് ക്ലിക്ക് BJPക്കെതിരെ, മോദി സർക്കാരിനെതിരെ വലിയ വാർത്തകൾ പുറത്തുവിട്ടതാണ്. അതിനെതിരെ അത്തരത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം നിലനിന്നതാണ്. ഇപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ഡൽഹി ഹൈക്കോടതി ഈ വിമർശനം EDക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ലോക്സഭയിലെ 19 MPമാർ വിമതപക്ഷത്തെത്തി. സുസ്മിത ദേവ് അടക്കം 2 MPമാർ രാജിവെച്ചു. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ MPമാരിൽ 20 പേർ പ്രത്യേക ബ്ലോക്ക് രൂപീകരിച്ച് NDA പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിമത ക്യാമ്പ് അവകാശപ്പെടുന്നത്. ഡൽഹിയിൽ കാഗോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 12 പേരാണ് പങ്കെടുത്തത്. എന്നാൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ 19 പേർ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. മമതയുടെ വിശ്വസ്തയായ സയോണി ഘോഷ്, യൂസഫ് പത്താൻ, ശത്രുഘ്നൻ സിൻഹ എന്നിവരും വിമതപക്ഷത്തെത്തിയവരിൽ ഉൾപ്പെടുന്നു. വിമതരുടെ എണ്ണം 23 എത്തിയേക്കുമെന്നാണ് സൂചന. TMC രാജ്യസഭാംഗം സുഖേന്ദു ശേഖർ റായ് രാജിവെച്ച ഒരാഴ്ച പിന്നീട് മുമ്പ് മമതയുടെ വിശ്വസ്തയായ സുസ്മിത ദേവ് കൂടി രാജിവെച്ചു. വിമതരുടെ എണ്ണം 23 എത്തിയേക്കുമെന്നാണ് സൂചന. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയ സുസ്മിത സെൻ ഉടൻ BJP അംഗത്വം എടുത്തേക്കുമെന്നാണ് സൂചന. ഒഴിവുവന്ന ഈ 2 രാജ്യസഭാ സീറ്റുകളിലും BJPക്ക് ലഭിക്കും. അതേസമയം ഇന്ത്യ സഖ്യയോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതായാണ് റിപ്പോർട്ട്. പാർട്ടിയുടെ ഉപാധ്യക്ഷ പദവി മമതയ്ക്ക് വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഏറ്റവും അടുപ്പമുള്ള നേതാക്കളുമായി ആലോചിച്ച ശേഷമായിരിക്കും മമത ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. 24 ഡൽഹി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2ാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പാകത്താണ് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു.
നടി ആക്രമിക്കപ്പെട്ട കേസിൽ 2 ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിത ഹർജി നൽകിയത്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി 3 തവണ തുറന്നു പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണം. മറ്റൊന്ന്, കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കണം. ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് രണ്ടാമത്തെ ജഡ്ജും ഇന്ന് പിന്മാറിയത്. രാവിലെ കേസ് പരിഗണിക്കുന്നതിനിടെ താൻ പിന്മാറുകയാണെന്ന് ജസ്റ്റിസ് കൗസർ എടവകത്ത് അറിയിക്കുകയായിരുന്നു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ജില്ലാ പ്രിൻസിപ്പൽ കോടതിയിൽ വെച്ച് മാറിയിരുന്നു. ജീവനക്കാരനെതിരെയായിരുന്നു ആക്ഷേപം. അന്നവിടെ ജഡ്ജായിരുന്ന കൗസർ എടവകത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഹൈക്കോടതി ജഡ്ജായിരിക്കെ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നതിലെ ധാർമ്മിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് പിന്മാറ്റമെന്നറിയുന്നു. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം ഡിസ്ട്രിക്ട് ജുഡീഷ്യറി രജിസ്ട്രാറായിരുന്ന സമയത്ത് അതിജീവിതയുടെ മുൻ അഭിഭാഷകൻ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ ഭരണതലത്തിൽ പരാതി നൽകിയിരുന്നു. അതിജീവിതം നൽകിയ ഹർജി ഇനി പുതിയ ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. കപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ സുഗതനെ വീട് വളഞ്ഞും ആകാശത്തേക്ക് വെടിവെച്ചും പിടികൂടിയ പോലീസ് നടപടിക്കെതിരെ സ്ഥലം MLAയും മന്ത്രിയുമായ K മുരളീധരൻ. പോലീസ് അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ട്. വട്ടിയൂർക്കാവ് MLA കൂടിയായ K മുരളീധരന്റെ പ്രതികരണം പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചതിന് പിന്നാലെയാണ്. ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക, നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്തെ വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം MLA എന്നുള്ള എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിന് വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന. പെരുമ്പാവൂരിൽ 100-ലധികം ചെറിയ കുപ്പികളിലായി സൂക്ഷിച്ച ഹെറോയിൻ പിടികൂടി. ആലുവയിൽ ഒഴിഞ്ഞുകിടന്ന പറമ്പിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളും വ്യാപാര സ്ഥാപനങ്ങളും മാർക്കറ്റുകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ നിന്ന് 100-ലധികം ചെറിയ കുപ്പികളിൽ സൂക്ഷിച്ച ഹെറോയിൻ പിടികൂടി. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് 5 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 5ഓളം മൈനർ NDPS കേസുകളും ഒരു കഞ്ചാവ് ചെടിയും അതുപോലെ തന്നെ 230ഓളം ഡപ്പികൾ ഉൾപ്പെടുന്ന ഒരു മേജർ ഹെറോയിൻ കേസും നമ്മൾ ഇന്ന് കണ്ടെടുക്കുകയുണ്ടായി. റെയിൽവേ ടൈം നോക്കിയിട്ട് റെയിൽവേയിൽ വരുന്ന പാസഞ്ചേഴ്സ് അതുപോലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളായ പാസഞ്ചേഴ്സ് അവരെ പരിശോധിക്കുന്നതിന് വേണ്ടി ശക്തമായ വാഹന പരിശോധനയുമെല്ലാം തന്നെ ഈ തണ്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിവരും. ആലുവയിൽ ഒഴിഞ്ഞുകിടന്ന പറമ്പിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിട്ടുണ്ട്. 10 അടിയോളം പൊക്കമുള്ള ചെടികളാണ് കണ്ടെത്തിയത്. പല സ്ഥലങ്ങളിലും പരിശോധന തുടരുകയാണ്. 24 കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നടു റോഡിലിരുന്ന കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യം നെഞ്ചിടിപ്പോടെയാണ് നമ്മൾ കണ്ടത്. കുഞ്ഞിനെ റോഡിൽ കണ്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ഡ്രൈവർ രാമചന്ദ്രൻ 24നോട് പറഞ്ഞു. മറ്റു വാഹനങ്ങൾ മറികടക്കാതിരിക്കാൻ ബസ് ക്രോസായി ഇട്ടതിനു ശേഷമാണ് കണ്ടക്ടർ നവാസ് കുഞ്ഞിനെ എടുത്ത് രക്ഷിതാക്കളെ ഏൽപ്പിച്ചത്. മലപ്പുറത്ത് നിന്ന് ഗോകുൽ K വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ പറമ്പ ഫറൂഖ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സഫ മർവ എന്ന് പറയുന്ന ബസ്സിന് മുന്നിലേക്കാണ് കിണർപ്പടി, ചെറുമുറ്റം കിണർപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആ കുട്ടി മുട്ടിലഴിഞ്ഞുകൊണ്ട് റോഡിന് മുന്നിലേക്ക് വരുന്നത്. അത് നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറായിട്ട് രാമേന്ദ്രേട്ടനാണ് ആദ്യം കാണുന്നത്. പിന്നീട് രാമേന്ദ്രേട്ടൻ ബസ് നിർത്തുകയും നവാസൊക്കെ വന്ന് കുട്ടിയെ എടുത്ത് മാറ്റുകയുമായിരുന്നു. എന്തായാലും നെഞ്ചിടിപ്പോടെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാവരും കണ്ടത്. ആ കുട്ടി ദൈവാനുഗ്രഹം കൊണ്ട് ഇവരുടെ ഇടപെടൽ കൊണ്ട് ആ കുട്ടി ഇപ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ കുടുംബത്തിന്റെ കൂടെയുണ്ട്. രാമേന്ദ്രേട്ടനും നവാസ്കെ നമ്മുടെ കൂടെ. എന്തോന്ന് ആ ഒരു നിമിഷത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? ഓർത്തെടുക്കുന്ന എനിക്ക് പിന്നെ പെട്ടെന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സംഭവം ഒരു കുട്ടി അത്രയും മുട്ടുത്തിയുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി ക്രോസ് അടിച്ചിട്ട് ഇനി വണ്ടി ഇന്നെ പാസ് ചെയ്ത് വണ്ടി പോകണ്ട എന്നുള്ള നിലയ്ക്ക് ക്രോസ് അടിച്ചിട്ട് അതിൽ ഇവന് നമ്മളെ കണ്ടക്ട് ബാക്കിൽ കൂടെ വന്ന് ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മാറി ഒരു കുട്ടി അതവിടെ മുന്നിൽ നവാസ്. അതിൻ്റെ ഇപ്പം ഓടിച്ചെന്ന് കുട്ടീനെ കൈയോട് വാരി ഇപ്പം തോളിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരാളെ ഇറങ്ങി വന്ന് കുട്ടീനെ വാങ്ങുകയും ചെയ്തു. നമ്മൾ ഈ ബസ് പോകുന്ന റൂട്ട് ദൃശ്യങ്ങളിൽ കാണാം, നല്ല റോഡാണ്, നല്ല വേഗതയിൽ വണ്ടികൾ വരാൻ സാധ്യത. ആ സമയത്ത് വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ല, ആ സമയത്ത് ഒരു വണ്ടി വന്നില്ല. എപ്പോഴും വണ്ടി വരുന്നുള്ള നിലക്കാണ് ഞാൻ ഈ കുട്ടീനെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള നിലക്കാണ് ഞാൻ വണ്ടി കുറച്ചും കൂടി കയറ്റിട്ട് എന്നെ പാസ് ചെയ്യാൻ വണ്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാതെ ഞാൻ നിർത്തിയത്. ദൂരത്ത് നിന്നേ കാണാൻ പറ്റുമായിരുന്നു. ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ചും കൂടി കണ്ടപ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട്. കാരണം അവിടെ ഒരു വളവാണ്. ആ വളവിന് നമ്മൾ എങ്ങനെയായാലും ശ്രദ്ധിക്കും. നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കൂട്ടിയെടുക്കാനുള്ള ഒരു പേസ് നോക്കിയിട്ടാണല്ലോ നമ്മൾ എടുക്കുള്ളൂ. അതിലൊരു കുട്ടി ഇങ്ങനെ മുട്ടുത്തി എന്നാണ് ഞാൻ കാണുന്നത്. അതോടുകൂടി ഇവനെ വണ്ടി ഞാൻ
നിർത്തി. ഇതുള്ള യാത്രക്കാർ കുറച്ച് ലേഡീസ് ഉണ്ട്, അവരൊക്കെ അമേ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ പോലും അറക്കുന്നുണ്ട്. അതിൽ പിന്നെ നിർത്തി. അതെ, എല്ലാവരും ആ ശബ്ദ ദൃശ്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള അമ്മമാരുടെ കുട്ടികളുടെയൊക്കെ ഒച്ചയും കേൾക്കാം. ആ സമയത്താണ് രാമേന്ദ്രൻ വിളിക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധയപ്പെടുന്നത് അല്ലേ? അതെ അതെ, കണ്ട ഉടനെ തന്നെ ഞാൻ ഇറങ്ങി ചെന്നാണ് കുട്ടീനെ പോയി എടുത്താണ്ട് ചെയ്തത്. അവരോട് സംസാരിച്ചിരുന്നു? അവരെന്തെങ്കിലും പറഞ്ഞില്ല? അവരെ കൈമാറിയാണ്ട് ഞങ്ങൾ പോന്നൊക്കെയാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ആ വീട്ടിലെ ആൾ വന്നിരുന്നു. അപ്പോൾ ഇതിനെ കൈമാറി കൊടുത്ത് ഞങ്ങൾ പോകുന്നു ചെയ്തു. ഒന്നും സംസാരിക്കണമൊന്നും നിന്നിട്ടില്ല. രാവിലെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു? സെക്കൻഡ് ട്രിപ്പാണ് 8:25 എന്തായാലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ആ സമയത്ത് ഒരു നല്ല റോഡാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിപ്പായി വാഹനങ്ങൾ പോകേണ്ട ഒരു സമയമൊക്കെ ആയിരുന്നു, കാരണം ഓഫീസ് ടൈമാണ്. പക്ഷെ ആ സമയത്ത് ഈ ബസ്സും മറ്റൊരു സ്കൂട്ടിയുമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ ആ കുട്ടി മുട്ടലഴിഞ്ഞ് വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നു. വണ്ടി ക്രോസ് അടിച്ചിട്ടു എന്നുള്ളതാണ് അതൊരു പ്രത്യേകത. മറ്റു വണ്ടി വാഹനങ്ങൾ മറികടന്ന് പോകാതിരിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി ആ സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ഇടപെടൽ കൊണ്ട് ആ കുട്ടി ഇപ്പോൾ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും, ആ നാട്ടുകാരും നമ്മളെല്ലാവരും നന്ദിയോട് കൂടിയിട്ടാണ് രാമേന്ദ്രേട്ടൻ്റെയും നവാസ് കെയുടെയും ആ പേരിപ്പോൾ ഓർക്കുന്നത്. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.